കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഗംഗ ഇപ്പൊ ഈ വിഷയം ആലോചിക്കാൻ ഇങ്ങോട്ട് വരുവോ? നേരെ ഗീതയുടെ വീട്ടിലേക്ക് പോവുകയല്ലേ ചെയ്യുക? ഏതിനൊരു പ്രതിരോധം, അതാ നിന്റെ ഒരു രീതി. എന്നാലും ഒരു തീരുമാനത്തിലെത്തണ്ടേ? ഓരോ മുട്ടാതർക്കങ്ങളൊക്കെ പറഞ്ഞു നോക്കാം. പക്ഷേ മോളെ ഗിരിയുടമ്മ അംഗീകരിച്ച സ്ഥിതിക്ക് സ്വർണം കൊടുക്കാതിരുന്നാൽ അതും കുഴപ്പമാണ്. നാളെ അതൊരു പഴിയായിട്ട് വരും. എന്താ ഇപ്പൊ ചെയ്യുക? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ വന്നേ. എന്താ രുക്മിണി? പിള്ളേരുടെ മുന്നിൽ വെച്ച് എല്ലാം ചോദിക്കാൻ പറ്റുമോ? ഗംഗയുടെ ഇപ്പോഴത്തെ വരവിനെ കുറിച്ച് ചേട്ടൻ എന്താ തോന്നുന്നേ? നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴല്ലേ ഗംഗ എല്ലാം പറഞ്ഞത്. പിന്നെ എനിക്ക് മാത്രമായിട്ട് വിശേഷിച്ച് എന്ത് തോന്നാനാ? അപ്പൊ എന്ത് ചെയ്യണമെന്ന അഭിപ്രായം? ഗംഗയുടെ കല്യാണത്തിന് വേണ്ടി എടുത്ത സ്വർണമാണ്. അതിനുള്ള അവകാശവും ആ കുട്ടിക്ക് തന്നെയാണ്. ഗംഗ അത് ചോദിക്കുന്നതിൽ എങ്ങനെയാ തെറ്റു പറയുന്നത്? ബന്ധുക്കളെന്ന നിലയ്ക്ക് രമേശന്റെ വീട്ടുകാരത് കൈവശം വെച്ചിരിക്കുന്നു. ഗംഗ അവിടെ ചെന്ന് സ്വർണം ആവശ്യപ്പെടട്ടെ. മറ്റൊരു കാര്യമുണ്ട്. അതെന്താ? ബ്ലേഡുകാരൻ സാജന്റെ ഒരു 5 ലക്ഷത്തിന്റെ ഇടപാടില്ലേ, ആ കടം വീട്ടാൻ ഈ സ്വർണം എടുത്ത് വിൽക്കാൻ നമ്മൾ തന്നെയല്ലേ എസ് ഐ ബാഹുലേനോട് പറഞ്ഞത്? പറഞ്ഞതുപോലെ അങ്ങനൊരു കാര്യമുണ്ടല്ലോ, ഞാനതങ്ങ് വിട്ടുപോയി. ഇങ്ങനെ എന്തെങ്കിലും ഏടാകൂടം വന്നു കയറുമെന്ന് അന്ന് വിചാരിച്ചില്ല. പക്ഷെ രുക്മിണി, എന്റെ അറിവില് സാജന്റെ പൈസ ഇതുവരെ ബാഹുലേൻ കൊടുത്തിട്ടില്ല. അതിനർത്ഥം സ്വർണം വിറ്റില്ലെന്നല്ലേ? സൗദാമിനിയുടെ ബുദ്ധി വെച്ചിട്ട് അതങ്ങനെ വിറ്റ് കളയത്തില്ലെന്നാ എനിക്ക് തോന്നുന്നേ. ഏതായാലും ഗംഗ ചെന്ന് സംഗതി ആവശ്യപ്പെടട്ടെ. അവരെന്താ പറയുന്നറിയാലോ. കുട്ടികൾ തനിച്ചോടെങ്കിലും. പിന്നെ സാജന്റെ കയ്യിൽ നിന്ന് മാധവ മാഷ 5 ലക്ഷം രൂപ വാങ്ങിയ എന്തിനാണെന്ന് ആർക്കും അറിയില്ല. എവിടെ ചെലവാക്കിയെന്നും അറിയില്ല. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. പക്ഷേ ഗംഗയോട് മാത്രം അക്കാര്യം ചോദിച്ചിട്ടില്ല. ചിലപ്പോ അവക്കറിയാങ്കിലോ? ഒന്ന് ചോദിക്കാം. അതിപ്പോ അതിനെന്താ, ഇങ്ങ് വന്നേ വാ. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്താ ജോലി? ഇലക്ട്രിസിറ്റി ബോർഡില്. പക്ഷേ സസ്പെൻഷനില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ അർത്ഥത്തിലും അവിടെ ബുദ്ധിമുട്ടുകളാണ്. എന്തായിരുന്നു അച്ഛാ ഗൂഢാലോചന? എന്ത് ഗൂഢാലോചന? ഞാൻ മറന്നുപോയൊരു കാര്യം നിന്റെ അമ്മ ഓർമ്മിപ്പിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, ഗീതയ്ക്ക് സ്ത്രീധന ബാക്കിയായി ഒരു 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നല്ലോ. അത് കൊടുത്തില്ലേ? ഞാനൊന്ന് പറയട്ടെ. ഗംഗയുടെ കല്യാണം നടത്താനുള്ള പണം വേറെ, രണ്ടിനും ആവശ്യത്തിനുള്ള കാശ് കയ്യിലുണ്ടെന്നാ മാധവേട്ടൻ പറഞ്ഞത്. മോൾ ഓർക്കുന്നില്ലേ? ഗീതയുടെ പൈസ കൊടുത്തു.
ഗംഗയ്ക്ക് വേണ്ടി സ്വർണവും തുണിയും മറ്റും എടുക്കുകയും ചെയ്തു. പിന്നെ എന്തിനാ മാധവേട്ടൻ വേറെ പൈസ കടം വാങ്ങിയെന്നാ സംശയം. അച്ഛൻ വേറെ പണോ? ബ്ലേഡ് സാജന്റെ കയ്യിൽ നിന്ന് മാധവേട്ടൻ 5 ലക്ഷം രൂപ വാങ്ങിയ കാര്യം ഗംഗ അറിഞ്ഞില്ലേ? അല്ല, അച്ഛൻ അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല. ഉണ്ട്. അയാളുടെ കയ്യിൽ തെളിവുണ്ട് ഗംഗെ. ഞാൻ കരുതി ഗംഗമ്മോക്ക് അറിയായിരുന്നെന്ന്. ഗീതേജിക്ക് കൊടുക്കാനുണ്ടായിരുന്ന 5 ലക്ഷം രൂപയല്ലാതെ അച്ഛന് വേറെ കടങ്ങളൊന്നും ഇല്ലായിരുന്നു. പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. ഞങ്ങളെക്കാൾ അച്ഛന്റെ കാര്യങ്ങൾ വാര്യനങ്കലിന് അറിയാലോ. എന്താ അങ്കിളെ കാര്യം? അത് പിന്നെ ഈ ഒരു വിഷയത്തെ പറ്റി എനിക്കൊന്നും അറിയില്ല മോളെ. ഞാനത് പലതവണ പറഞ്ഞും കഴിഞ്ഞു. ആദ്യം കേട്ടപ്പോൾ വിശ്വാസം വന്നില്ല. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. സാജന്റെ കയ്യിൽ നിന്ന് മാഷ് 5 ലക്ഷം രൂപ വാങ്ങിയെന്ന് മാത്രം അറിയാം. മോളുടെ സ്വർണം വിറ്റിട്ട് ആ 5 ലക്ഷം രൂപയുടെ ബാധ്യത തീർക്കാനായിരുന്നു ബാഗുലേൻ സാറിന്റെ പ്ലാൻ. പരിഭ്രമിക്കാൻ വരട്ടെ, ആ കടം വീട്ടിയില്ലെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് മോള് ഗീതയുടെ വീട് വരെ ഒന്ന് പോകണം. ബാഗുലേൻ സാറിനോട് സ്വർണത്തിന്റെ കാര്യം ചോദിക്കുകയും വേണം. ഗംഗയെ തനിച്ചു വിടണ്ട, അച്ഛൻ കൂടെ ചെല്ല്. ഞാൻ അതാ നല്ലത്. കൂടെ ഒരാളില്ലാതെ എങ്ങനാ? അച്ഛൻ വരും ഗംഗെ. അതാരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ? വാ മോളെ. എങ്ങോട്ടാ നീ ചാടിക്കേറി പോകുന്നത്? സൗദാമിനി, ഗംഗ ഇതേ ഗംഗയാണെന്ന് എനിക്ക് മനസ്സിലായി. വാര്യർ സാറാണെന്നും മനസ്സിലായി. എനിക്ക് തലയ്ക്ക് അസുഖമൊന്നുമില്ല. ഇവിടുന്ന് പൊങ്ങിച്ചാടി പോയിട്ട് ഗിരിയുടെ വീട് വരെ എത്തിയില്ലേടി? അതോ അവിടുത്തെ പൊറുതി അങ്ങ് കഴിഞ്ഞോ? പിന്നെ അടിച്ചിറക്കി വിട്ടോ നിന്നെ? അടിച്ചിറക്കി വിട്ടതൊന്നുമല്ല. സാർ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? ഏതൊരു വിഷയം ഉണ്ടെങ്കിലും കൊടിയും പിടിച്ച് നിങ്ങൾ മുമ്പിൽ കാണും. ഇവള് വലിയ സാമർത്ഥ്യക്കാരിയല്ലേ? ഇവള് പറയട്ടെ. എന്തിനാടി പിന്നെ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും മറന്നു വെച്ചോ? ഇല്ല. പിന്നെ എന്താ കാര്യം? നിന്ന് പരുങ്ങുന്നുണ്ടല്ലോ. എന്തോ കള്ളത്തരം ഉണ്ട്. പറഞ്ഞോളൂ ഗംഗ. ഓ, അനുവാദം കിട്ടിയല്ലോ. ഇനി മൊഴിയ. ആന്റി, ഗിരിയുടെ വീട്ടിൽ അവിടെ കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടത്തിലാ. ഓ, നീ കാലെടുത്ത് വെച്ചില്ലേ? അപ്പൊ കഷ്ടത്തിലായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിന് പിരിവിനിറങ്ങിയതാണോ നീ? ഒരു കാർഡ് കൂടി അടിക്കായിരുന്നു. നിർധന കുടുംബത്തിനെ സഹായിക്കണമെന്നും പറഞ്ഞു. ഗിരിയെ ഗൾഫിൽ അയച്ചതിന്റെ പേരില കടബാധ്യത ഉണ്ടായത്. അത് എന്റെ കൂടി ആവശ്യമായതുകൊണ്ട് എനിക്ക് ആ അമ്മയെ സഹായിക്കണമെന്നുണ്ട്. ഓ, അവിടെ ഇപ്പൊ അത്യാവശ്യം കുറച്ച് പണമാണ്. അതുകൊണ്ട് അന്നെന്റെ കല്യാണ ആവശ്യത്തിന് വാങ്ങിയ സ്വർണം, ആ സ്വർണം കിട്ടിയാൽ നന്നായിരുന്നു. അത് വിറ്റിട്ട് ഗിരിയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. ആ സ്വർണം. ഏത് സ്വർണം? ആരുടെ സ്വർണം? ആന്റി, ഏത് വകയിലുള്ള സ്വർണത്തിന്റെ കാര്യ നീ പറയുന്നേ? എനിക്ക് വേണ്ടി അച്ഛൻ വാങ്ങിച്ച സ്വർണം. അച്ഛൻ വാങ്ങിയെങ്കിലേ അച്ഛനോട് പോയി ചോദിക്ക്. നീ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? അങ്കിളെ ഒന്ന് ചോദിക്കേ. ഇതെന്താ സൗദാമിനി?
ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? 55 പവന്റെ ആഭരണം ഗംഗയ്ക്കായി വാങ്ങിയത് സൂക്ഷിക്കാൻ നിങ്ങളെയാ ഏൽപ്പിച്ചിരുന്നത്. 55 പവനോ? 50 അല്ലേ വാങ്ങിയുള്ളൂ. ആ, അപ്പൊ 50 ഉണ്ടെന്ന് അറിയാം. അത് പിന്നെ പറഞ്ഞു കേട്ടതാ. പക്ഷേ ഞാൻ പറഞ്ഞു കേട്ടതല്ല, നേരിട്ട് അറിവുള്ള കാര്യമാണ്. കയ്യിലുണ്ടായിരുന്നതും ചേർത്ത് 55 പവന്റെ സ്വർണം തികച്ചുണ്ടായിരുന്നു. എന്നാലേ എനിക്ക് അങ്ങനെ ഒരു സ്വർണത്തെ പറ്റിയോ ആഭരണത്തെ പറ്റിയോ യാതൊരു അറിവുമില്ല. അതിവിടെ സൂക്ഷിച്ചോളാമെന്ന് അന്നേറ്റത്. ഞാനേറ്റില്ലല്ലോ. അതൊക്കെ രമേശനോ അവന്റെ അച്ഛനോ മാത്രം അറിയാവുന്ന കാര്യങ്ങളാ. അവരുള്ളപ്പോ വന്ന് ചോദിക്കണം. ഗീതേച്ചി ഒന്ന് വിളിച്ചോ? എന്തിന്? ഗീതയ്ക്ക് ഈ വിഷയത്തിൽ ഒരു കാര്യമില്ല, അവക്കൊന്നും അറിയത്തുമില്ല. മനസ്സിലായില്ലേ? അവരച്ഛനും മോനും വീട്ടിലുള്ളപ്പോ വന്ന് സംസാരിക്കണമെന്ന്. രണ്ടുപേരും ഇപ്പൊ ഇവിടെ ഇല്ല. ചെല്ല്. മോള് വന്നേ. എനിക്ക് അമ്മയൊന്ന് കാണണം. പറ്റില്ല. സ്വർണ്ണം ഇല്ലെങ്കിൽ വേണ്ട, അമ്മയെ കണ്ടേ പോവുള്ളൂ എന്നല്ലേ? അത് സാധ്യമല്ലെന്നാ പറഞ്ഞേ. ആന്റി, സുഖമില്ലാത്ത ശാരദ എടുത്തിയ ഈ കുട്ടി കണ്ടെന്ന് വെച്ചാൽ എന്താ? അതിന്റെ ആവശ്യമില്ല. അവരുറക്ക. ഞാൻ ഉണർത്തില്ല. മുറിയുടെ വാതിൽക്കൽ നിന്ന് കണ്ടോളാം. അതിന് നീ ഇതിനുള്ളിൽ കയറിയെങ്കിലല്ലേ? നീ വന്നാൽ ഈ മുറ്റത്ത് ചവിട്ടാൻ സമ്മതിക്കരുതെന്നാ രമേശനും അവന്റെ അച്ഛനും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വെറുതെ എന്റെ വായിരിക്കുന്നത് കേക്കണ്ടെങ്കിൽ ഇറങ്ങിപ്പോടി. ഇവിടുന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. അകത്ത് കേറാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് പിന്നെ വരാം മോളെ. രമേശന് സാറ് ഉള്ളപ്പോ വരാം. ഇപ്പം വെളിയിൽ ആരോ വന്നതുപോലെ തോന്നി. ആരായിരുന്നു അമ്മേ? പളനി പോകാനേ നേർച്ച നേർന്നിട്ട് ഭിക്ഷ എടുക്കാൻ വന്ന രണ്ടുപേര്. ആ കൈ ഇങ്ങോട്ട് നീട്ട്. പിടി. എളുപ്പം ഈ തുണിയെല്ലാം പോയി കഴുകിയിട്. ഞാനിപ്പോ കുളിച്ചതേ ഉള്ളൂ അമ്മേ, നാളെ കഴുകിയിടാം. ആഹാ, കുളിച്ചു കഴിഞ്ഞ് തുണി നനച്ച നിന്റെ സൗന്ദര്യം ഒലിച്ചു പോവോ? വീണ്ടും ദേഹത്തെല്ലാം അഴുക്കാവില്ലേ? മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് നനച്ചിട്ട് കുളിക്കുമായിരുന്നല്ലോ. നീ നീരാട്ടിന് പോകുന്നത് നോക്കി ഞാൻ കാത്തിരിക്കണമായിരുന്നോ? എനിക്കിപ്പോഴാ തോന്നിയത്. കുളി കഴിഞ്ഞു പോലും. നീ എന്താടി പൂജ മറ്റോ നടത്താൻ പോവാണോ? പോയി തുണി കഴുകടി. അല്ല, അവിടെ എങ്ങോട്ട് പോന്നു? ഇങ്ങി വാ. വാഷിംഗ് മെഷീനിൽ കഴുകാം. എന്തൊരു സൗകര്യം. വാഷിംഗ് മെഷീൻ ഇന്ന് റെസ്റ്റ് കൊടുത്തിരിക്കുക. അപ്പുറത്ത് പോയി കഴുകടി. സൗദാമിനി ആന്റി പറയുന്നത്. അല്ലെങ്കിലും അവരൊരു സാധനമാ. ഗംഗയുടെ ആഭരണങ്ങളെ കുറിച്ച് അറിയില്ല പോലും. തട്ടിപ്പാ. നീ കാര്യം പറ. ആ സ്വർണം ഗീതേച്ചി അവരുടെ കയ്യിലാ കൊടുത്തത്. അത് ചേച്ചി തന്നെ എന്നോട് പറഞ്ഞ കാര്യമാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദൈവമേ, എന്നിട്ടും അവരങ്ങനെ പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം? സ്വർണം ഗംഗയ്ക്ക് കൊടുക്കാൻ സൗദാമിനിക്ക് മനസ്സില്ലെന്നല്ലേ? തീർച്ചപ്പെടുത്താൻ വരട്ടെ. 1-2 പവന്റെ കാര്യമല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഇത്രയും സ്വർണം എടുത്തു തരാൻ അവർക്ക് പറ്റുമോ? ഒരു വശം മാത്രം ചിന്തിക്കാതെ. കേട്ടറിഞ്ഞെടുത്തോളം രമേശന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സൗദാമിനിയാ. പോളിറ്റ് ബ്യൂറോ എന്നാ നാട്ടുകാരവരെ വിളിക്കുന്നത്. നമ്മൾ എന്തിനാ പരദൂഷണം പറയുന്നത്? ബാഹുലേയും സാറുമായിട്ട് ആലോചിക്കാതെ സൗദാമിനി ഇത്രയും ഗൗരവമുള്ളൊരു കാര്യം ചെയ്യില്ല. അത് ശരിയോ അല്ല. ഇവിടെയായിരുന്നു ഇങ്ങനെ ഒരു വിഷയമെങ്കിൽ രുക്മിണി തന്നെ ഇഷ്ടപ്രകാരം ചെയ്യുമോ? എന്നോട് ചോദിക്കില്ലേ? അത് ശരിയാ. അതാണ് ശരി. ഇതിപ്പോ SI വീട്ടിലെത്തിയിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയല്ലേ. വീണ്ടും പോകാം. നിന്നെ കണ്ടപ്പോ ആന്റിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിലും സൗദാമിനിയുടെ മുഖം എപ്പോഴാ തെളിഞ്ഞു കാണുന്നത്? ഭർത്താവ് SI ആണ്, ഇഷ്ടം പോലെ കാശുണ്ട്, പോരാത്തേന് സുന്ദരിയാണെന്നൊരു ഭാവത്തിലാ നടപ്പ്. അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. ആണോ? എനിക്ക് അതാ വിഷമമായത്. അതാ ഞാൻ പറഞ്ഞേ, കണ്ണി ചോരയില്ലാത്ത സൈസാ.
ഗംഗ എന്താ നിർബന്ധമായി കയറി ശാരദന്റെ കാണാതിരുന്നേ? നിന്റെ അമ്മയല്ലേ? നമ്മൾ ഉടക്കുണ്ടാക്കാനല്ലോ മോളെ ചെന്നത്, വേറൊരാവശ്യത്തിനാണ്. അത് നടക്കണം. അത് കഴിഞ്ഞിട്ട് ശാരദയെടുത്തെ കാണാനുള്ള വഴി നോക്കാം. ഇപ്പൊ തന്നെ എസ് ഐയെ വിളിച്ച് അവരെന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്ത് കാണും. പക്ഷെ വിട്ടുകൊടുക്കരുത്. ആ ഗോൾഡ് അത്രയും തിരിച്ചു വാങ്ങണം. ശാരദ എന്റെ കാണുകയും വേണം. അത് നിന്റെ അവകാശമാ. ഒരു കണക്കിന് സൗദാമിനി ആന്റി അങ്ങനെ പെരുമാറിയതിൽ അത്ഭുതമില്ല. മൂക്കിൻ തുമ്പത്ത് അവർക്ക് ദേഷ്യം. ചിലപ്പോ തോന്നും അങ്കിളല്ല അവരാ എസ് ഐ എന്ന്. നിന്റെ കല്യാണം മുടങ്ങിയ ദിവസം ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കിയതും ആ ആന്റിയാ. എന്നാലും അമ്മയൊന്ന് കാണാൻ അവര് സമ്മതിച്ചില്ലല്ലോ. ബാഹുലയ അങ്കിളിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് ശാരദാന്റിയെ കാണാം. ഒക്കെ രമേശന്റെ അമ്മയുടെ നിർബന്ധ ബുദ്ധിയാ. എന്നാലും ഗിരിയുടെ വീട്ടുകാർ ഇത്ര പെട്ടെന്നൊരു കാര്യം ആവശ്യപ്പെടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവിടുത്തെ സിറ്റുവേഷൻ അതാ ഉമേ. ഗിരിയുടെ അമ്മ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? നാളെ ഒരു സമയത്ത് ഗിരി അതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തിയാലോ? പൊന്നണിഞ്ഞുകൊണ്ട് നടക്കണമെന്ന് എനിക്കൊരിക്കലും ആഗ്രഹം തോന്നിയിട്ടില്ല. അന്നത് വാങ്ങാനായി ജ്വല്ലറിയിൽ പോയതും സെലക്ട് ചെയ്തതും നിങ്ങളൊക്കെ കൂടിയല്ലേ? അത് നിനക്ക് സ്വർണ്ണ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, ആ കല്യാണം ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ടാണ്. എന്തായാലും ആ ഓർണമെന്റ്സ് അണിയാൻ ഇതുവരെ എനിക്ക് അവസരം ഉണ്ടായില്ല. അത് എന്റേതാണെന്നുള്ള തോന്നൽ പോലും ഇല്ലെന്നുള്ളതാ സത്യം. പക്ഷെ അതിന്റെ വിലയോ അത് അവഗണിക്കാൻ പറ്റുമോ? നിനക്ക് നിസ്സാരമായിരിക്കും, മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. ബാഹുലേൻ അങ്കിൾ സ്വർണം തരില്ലെന്ന് പറയുമെന്നാ ഇപ്പൊ എന്റെ പേടി. അങ്ങനെയായ ഞാൻ എന്ത് ചെയ്യുമേ? തരാതിരിക്കാൻ എന്താ? നിനക്ക് അവകാശപ്പെട്ട മുതലാണ് മാഷങ്കിള് നിനക്ക് വേണ്ടി വാങ്ങിയത്. അത് കൈവശം വയ്ക്കാൻ തന്നെ അവർക്ക് സത്യത്തിൽ യോഗ്യതയില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറയാമെന്നല്ലാതെ തരാതിരിക്കാൻ ഒരു ന്യായവുമില്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ ടെൻഷൻ വേണ്ട. തരും ഗംഗേ. സ്വർണ്ണോ? ഏത് സ്വർണം? ആരുടെ സ്വർണം? ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ടും ചോദിച്ചു. അല്ല, 2 ദിവസം പോലും ആയില്ലല്ലോ ദാക്ഷായണി അവളെ അങ്ങോട്ട് എഴുന്നള്ളിച്ചിട്ട്. അതിനിടയ്ക്ക് തിരിച്ചു വന്നു. തിരിച്ചെത്തിയത് കൊണ്ടാണല്ലോ അവൾ ഇങ്ങോട്ട് വന്നത്. വന്നാലും നിന്നാലും ഒരു തരി സ്വർണം കൊടുക്കുന്ന പ്രശ്നമില്ല. ഞാനും അത് തന്നെയാ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. ഒരു ബലത്തിന് നിങ്ങളുടെ പേര് പറഞ്ഞെന്നേ ഉള്ളൂ. തള്ളെ കാണണമെന്ന് ഗംഗ പറഞ്ഞില്ല. പിന്നെ പറയാതിരിക്കോ? അതിന് ഞാൻ അകത്തേട്ട് കേറ്റിട്ട് വേണ്ടേ? വെളിയിൽ നിർത്തി സംസാരിച്ചിട്ട് വിട്ടു. ഇനി വന്നാലും ഈ വീട്ടിലേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല. അലവലാതി തള്ള വന്ന് വിളിച്ചപ്പോ പൊങ്ങിച്ചാടി പോയതല്ലേ, അങ്ങോട്ട് പോട്ടെ. അവളെ മാത്രമല്ല ആ വാര്യരെയും വീട്ടിൽ കേറ്റരുത്. ഈ വാര്യർക്ക് എന്തിന്റെ കേടാടി? ഏത് കാര്യത്തിനും വക്കാലത്ത് പിടിക്കാൻ അയാളുണ്ടല്ലോ. എവന് ബാങ്കിൽ വേറെ പണിയൊന്നുമില്ലോടി. അന്നൊരു ആള് കളിക്കാൻ പറ്റുമോ? ഇതാവുമ്പോ ഗംഗയുടെ കെയർ ഓഫിൽ കാരണവരായിട്ട് അങ്ങ് നടക്കാം. അനിയത്തിക്ക് സ്വർണം കൊടുക്കാത്തതിന് ഇതൊന്നും പറഞ്ഞില്ലേ? അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കുളിക്കാൻ കയറിയ സമയത്താ അവര് വന്നത്. ഞാൻ പറയാനും പോയില്ല. എന്നോട് ആലോചിക്കട്ടെ എന്ന് സൗദാമിനി ഒരു ഭംഗിവാക്ക് പറഞ്ഞതാണെന്ന് അവർക്ക് മനസ്സിലായി കാണും. സ്വർണം കിട്ടാൻ പോകുന്നില്ലെന്ന് അവർക്കറിയാം. ആ സ്ഥിതിക്ക് അവര് ഇനിയും വരുമോ? എനിക്ക് തോന്നുന്നില്ല അവര് വരുമെന്ന്. എന്തിനാ പേടിക്കുന്നത്? അവകാശപ്പെട്ടത് ചോദിക്കാൻ വേണ്ടിയിട്ടാ മോള് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ട് സംസാരിക്കണം. മോള് പതറുന്നു എന്ന് കണ്ടാൽ അവർ കൂടുതൽ സ്ട്രോങ് ആവും. അതിനുള്ള അവസരം കൊടുക്കരുത്. ശരി നമ്മുടെ ഭാഗത്താ. അതുകൊണ്ട് നേരെ നിൽക്കണം കേട്ടോ. വാ. നമസ്കാരം. നമസ്കാരമുണ്ട്. ആ കേറി വാ.
വാ മോളെ. എവളോ? എവളെ കണ്ടിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കയറ്റത്തില്ലായിരുന്നല്ലോ. ഈ പാവം കുട്ടിയോട് എന്തിനാ സാറേ ഇത്രയ്ക്ക് വൈരാഗ്യം? പാവോ? എവളോ? വാര്യർ തമാശ പറയാ? പച്ചയ്ക്ക് പറഞ്ഞാലേ ജനിപ്പിച്ച തന്തയുടെ കൊലയാളിയായി നിൽക്കുന്നേ. നൊന്തു പ്രസവിച്ച തള്ളയെ ഭ്രാന്തിയാക്കിയിട്ട് പാവം കുട്ടി പോലും. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ സാറേ. പക്വതയില്ലാത്ത പ്രായത്തിൽ പറ്റിയ ഒരബദ്ധമായിട്ട് നമ്മൾ മുതിർന്നവരിതിനെ കാണണം. നേഴ്സറിയിൽ പഠിക്കുന്ന പ്രായത്തിലല്ല ഗംഗ പൊറുക്കാനാവാത്ത തെറ്റ് ചെയ്തത്. പിന്നെ അബദ്ധമെന്ന് നിങ്ങൾ പറയുന്നു. അറിയാതെ സംഭവിച്ചു പോകുന്ന പ്രവൃത്തികൾക്കാണ് അബദ്ധം എന്ന് പറയുന്നത്. എല്ലാ ഭവിഷ്യത്തുകളും മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുന്നത് അബദ്ധമല്ല, അഹങ്കാരമാണ്, ധിക്കാരമാണ്. തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് സാർ കേട്ട് കാണും. അഹങ്കാരത്തിനുള്ള മറുപടിയും അടിയാണ്, നല്ല ചുട്ട അടി. അത് ശരിക്ക് കിട്ടാത്തതാ ഇവളുടെ കുഴപ്പം. ഇവിടെങ്ങും കോഴ്സുകൾ ഇല്ലാഞ്ഞിട്ടാണോ മാധവൻ മാഷി ഇവളെ ടൗണിൽ അയച്ച് പഠിപ്പിച്ചത്? അപ്പോ നല്ല നിലയിൽ പഠിപ്പിച്ച് ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആ മനുഷ്യനും വിചാരിച്ചു. എവള് പഠിച്ചതോ പ്രേമം. തിയറി പോരാഞ്ഞിട്ട് പ്രാക്ടിക്കലായിട്ട് ഒളിച്ചോട്ടവും. ഓണം കഴിഞ്ഞു. കണ്ണുനീർ കൊണ്ട് പൂക്കളം ഒരുക്കാനായിരുന്നു ഗംഗയുടെ വിധി. ബക്രീദ് വരവായി. ശുഭപ്രതീക്ഷയുടെ ഒരു ചെറു കിരണം പോലും ഇവളുടെ ആകാശത്തിലില്ല. ഒറ്റപ്പെടുത്തലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കുമിടയിൽ എന്നാണ് നമ്മുടെ നായിക ഒന്ന് ചിരിച്ചു കാണുന്നത്? കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണീ.